بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. അർഹമുർറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു ഒരു വർഷത്തിൻ്റെ തുടക്കം, അതേപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്, ജീവിതത്തിലുടനീളം മരിക്കുന്ന സമയം വരെ അള്ളാഹു ഖുർആനുമായി ബന്ധപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ ഫലക്. ഫലക് എന്ന് പറഞ്ഞാൽ പ്രഭാതം, പുലരി എന്നാണ് അർത്ഥം. ഇന്നലെ നമ്മൾ ഈ രണ്ട് സൂറത്തുകൾ ഒരേ സമയത്താണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ തേടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത വലിയൊരു ആയുധമാണ്, മരുന്നാണ് എന്നും, അതേപോലെ തന്നെ ഇത് മക്കയിലും മദീനയിലുമായി, മക്കയിലാണ് എന്ന അഭിപ്രായമുണ്ട്, മദീനയിലാണ് അവതരിച്ചത് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും നമ്മളെല്ലാവരും ഈ രണ്ട് സൂറത്തുകൾ, നമ്മൾ ഖുൽ അഊദു റബ്ബിന്നാസ്, സൂറത്തുൻ നാസ് കേട്ടു, അതുപോലെ തന്നെ സൂറത്തുൽ ഫലക് നമ്മളത് കാണാതെ പഠിക്കുകയും ഓരോ നമസ്കാരത്തിനും ശേഷം സൂറത്തുൽ ഇഖ്ലാസിന് അടുത്ത് വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഈ രണ്ട് സൂറത്തുകൾ മുടങ്ങാതെ പാരായണം ചെയ്യണം. അതുപോലെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ പാരായണം ചെയ്യണം, ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലും ഇത് പാരായണം ചെയ്യണം, മറക്കരുത്. യാത്രയിലും നമ്മൾ പാരായണം ചെയ്യണം. യാത്ര തുടങ്ങുമ്പോൾ, യാത്ര അവസാനിക്കുമ്പോൾ. അൽഹംദുലില്ലാഹ്, ഇതിലൂടെ വലിയ കാവലും വലിയ സംരക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. ഒന്ന് രണ്ട് ഹദീസുകൾ. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു സംഭവം പറയുകയാണ് അദ്ദേഹം. കുന്തു അംശി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഇങ്ങനെ കൂടെ നടക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു, യാ ഉഖ്ബ ഖുൽ, ഉഖ്ബ നീ പറ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, മാതാ അഖൂലു, ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഫസഖത അന്നി, ഒരല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു. വീണ്ടും എന്നോട് പറഞ്ഞു, ഖുൽ, പറയാൻ പറഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിച്ചു, ഞാൻ എന്താണ് പറയേണ്ടത്. മാതാ അഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞാൻ എന്ത് പറയണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഫഖറഅതുഹാ ഹത്താ അതൈതു അലാ ആഖിരി. ആ സൂറത്തിന്റെ അവസാനം വരെ ഞാൻ പാരായണം ചെയ്തു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖുൽ, പറയാൻ പറഞ്ഞു. ഇതേ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അഊദു ബിറബ്ബിൻ നാസ്,
ഖുൽ അഊദു ബിറബ്ബിന്നാസ് പാരായണം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഫഖറഅതുഹാ സുമ്മ അതൈതു അലാ ആഖിരിഹാ അതിന്റെ അവസാനം വരെ ഞാനത് പാരായണം ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻദ ദാലിക അഥവാ ദാ ഉടനെ ഈ സമയത്ത് മാ സഅല സായിലുൻ ബിമിത്ലിഹാ വലാ ഇസ്തആദ മുസ്തഈദുൻ ബിമിത്ലിഹാ ഈ സമയത്ത് ഇതിന് തുല്യമായതൊന്ന് ആരും ചോദിക്കുകയില്ല. അതേപോലെ തന്നെ കാവൽ തേടുന്ന ഇതിനെ പോലുള്ളൊന്ന് വേറെ ആരും കാവൽ തേടുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹുവിനോട് കാവൽ തേടാനും ഇതിനേക്കാൾ മറ്റൊന്ന് വേറെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറഅ ബിഹിമാ ഫീ സ്വലാത്തി സുബ്ഹി സുബ്ഹി നമസ്കാരത്തിൽ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തിരുന്നു. അപ്പോൾ വലിയ മഹത്വമാണ് ഈ സൂറത്തിനുള്ളത്, ഈ രണ്ട് സൂറത്തുകൾക്കുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന മറ്റൊരു ദീർഘമായ ഹദീസിൽ കാണാൻ കഴിയും. അഭിപ്രായ വ്യത്യാസമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലബീദ് ബിൻ അയ്സം യഹൂദിയായ ലബീദ് ബിൻ അയ്സം എന്ന് പറയുന്ന ഇയാൾ സിഹർ ചെയ്യുകയുണ്ടായി. ആ സിഹറിന്റെ ചില അടയാളങ്ങൾ, അത് പതിഞ്ഞതിന്റെ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ 40 ദിവസം പ്രകടമായി. അതിനെ മാറ്റുന്നതിന് വേണ്ടി, അതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് ഈ രണ്ട് സൂറത്തുകൾ. ഇത് പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയതിനേക്കാൾ ഉന്മേഷവാനാവുകയും കെട്ടപ്പെട്ടിരുന്ന മുഴുവൻ കെട്ടുകളും അഴിഞ്ഞു നീങ്ങുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഏതുമായിക്കൊള്ളട്ടെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ, സാഹിര്യങ്ങളുടെ, അതുപോലെ തന്നെ ആയിന് കണ്ണ് ഉള്ളവരുടെ, അതേപോലെ തന്നെ അസൂയാലുക്കളുടെ, അതേപോലെ മന്ത്രവാദികളുടെ, അതേപോലെ തന്നെ മറ്റ് ശുദ്രക്കാരുടെ, ഇത്തരത്തിലുള്ള മുഴുവൻ ശത്രുശുറൂറുകളിൽ നിന്നും നമ്മൾക്ക് പൂർണ്ണമായ സംരക്ഷണവും കാവലും നൽകുന്ന സൂറത്തുകളാണ് മുഅവ്വിദത്തൈനി എന്ന് പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പതിവായിട്ട് ഇഖ്ലാസോടെ അർത്ഥമറിഞ്ഞ് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യൽ, നമ്മുടെ ഭാര്യമാരെ പഠിപ്പിക്കൽ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാവൽ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ താങ്കൾ പറയുക, അഊദു ബിറബ്ബിൽ ഫലഖ്, അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു. ഈ അഊദു പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ദാലാണ് പ്രശ്നം. ദാല് അഊദു എന്ന് നമ്മൾ ദാലിന് ഒരല്പ കനം കൊടുത്തിട്ട് അഊദു എന്ന് പറഞ്ഞാൽ അർത്ഥം പാടെ മാറിപ്പോകും. അഊദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മടങ്ങുന്നു എന്നാണ് അർത്ഥം. ആദ യഊദു അഊദു, ഞാൻ മടങ്ങുന്നു എന്നാണ് അർത്ഥം. നേരെ മറിച്ച് അഊദു ഒരു പുള്ളിയുള്ള അഊദു കനം കുറച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ്. കണ്ടോ, ഒരു പുള്ളിയുടെ വ്യത്യാസത്തിൽ അർത്ഥം എത്രത്തോളമാണ്. കാവൽ തേടുന്നതും മടങ്ങുന്നതും രണ്ടല്ല. മടങ്ങുക എന്ന് പറയുന്നതും കാവൽ തേടുന്നു എന്ന് പറയുന്നത് രണ്ടർത്ഥമല്ലേ. ഒരു പുള്ളി കൊണ്ട് തന്നെ അർത്ഥം എത്രത്തോളം വ്യത്യാസമാകും. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അറബി ഭാഷയുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഖുൽ അഊദു അഊദു അഊദു,
ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ദ്രോഹത്തിൽ നിന്ന്. അള്ളാഹു എന്തെല്ലാം പടപ്പുകളെ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ ആ മുഴുവൻ പടപ്പുകളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. 2 വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, മൂന്നാമത്തത് ഇരുട്ട് മൂടുമ്പോഴുള്ള രാവിന്റെ ദ്രോഹത്തിൽ നിന്ന്. അഥവാ സൂര്യൻ അസ്തമിച്ചു, ഇരുള് പരക്കാൻ തുടങ്ങി, രാത്രി പ്രവേശിക്കാൻ തുടങ്ങി, ആ രാത്രിയുടെ ദ്രോഹത്തിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. 3 നാലാമത്തത് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ദ്രോഹത്തിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. കെട്ടുകളിൽ ഊതുന്നവരുടെ ദ്രോഹം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രവാദികളാണ് എന്നും അതല്ല മനുഷ്യബന്ധങ്ങളെ പരദൂഷണത്തിലൂടെ ഏഷണിയിലൂടെ തകർക്കുന്നവരാണ് എന്നും 2 അഭിപ്രായങ്ങൾ ഇതിന്റെ വിശദീകരണത്തിലുണ്ട്. ഒന്ന്, കെട്ടുകളിൽ ഊതുന്നവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർമന്ത്രവാദികളാണ്. ചിലരെ തകർക്കാൻ വേണ്ടി ചിലര് ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നു. അത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളിൽ നിന്ന്, മന്ത്രവാദികളിൽ നിന്ന് അള്ളാഹുവേ എനിക്ക് നീ കാവൽ നൽകണമേ. അതല്ല എങ്കിൽ മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധങ്ങളെ ഏഷണി പറഞ്ഞ് പ്രദൂഷണം പറഞ്ഞ് ആ ബന്ധങ്ങളെ അകറ്റി മാറ്റിക്കളയുന്ന തകർക്കുന്ന ചില ആളുകൾ, മനുഷ്യന്മാർ ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. 4 അഞ്ചാമത്തത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കൾ. അത് മാറ്റാൻ പറ്റൂലല്ലോ. അസൂയാലുക്കൾ, ഒരു നല്ലൊരു കച്ചവടം വരുമ്പോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം വരുമ്പോ തൊട്ടടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത കച്ചവടക്കാരൻ അല്ലെങ്കിൽ തൊട്ട് കൂടെ ഇരിക്കുന്നയാള്, അവർക്കൊക്കെ സ്വാഭാവികമായി അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞ് ഇങ്ങനൊരു അസൂയ ഉണ്ടാകും. ആ അസൂയ കാണിച്ചിട്ടുള്ള ദ്രോഹത്തിൽ നിന്ന്, അസൂയയിലൂടെ എന്തെങ്കിലും ദ്രോഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ദ്രോഹത്തിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. 1, പുലരിയുടെ പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. എന്ത്? അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളിൽ നിന്നും. അതേപോലെ തന്നെ ഇരുള് മൂടുമ്പോഴുള്ള ആ രാവിന്റെ ദ്രോഹത്തിൽ നിന്ന്, അതേപോലെ തന്നെ കെട്ടുകളിൽ ഊതുന്ന മന്ത്രവാദികളിൽ നിന്ന്, അത്തരത്തിലുള്ള ദ്രോഹത്തിൽ നിന്ന്. 4 അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനുഷ്യനെ ബാധിക്കും എന്നതിൽ നമുക്ക് തർക്കമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിൽ നമുക്ക് തർക്കമില്ല. അതിൽ നിന്നിട്ടാണ് അള്ളാഹുവിനോട് കാവൽ തേടുന്നത്. ഏറ്റവും വലിയ കാവൽ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ.